ഇതെൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫും ഇത് വന്നിട്ട് +2 ഓട്ടോഗ്രാഫും. ഇത് അന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഏതോ ഹിറ്റ് പടമുണ്ട് ഇവരുടെ ഈ ഒരു ജോഡിയുടെ. അപ്പോൾ ഇതിൻ്റെ പേര് ഫ്രണ്ട്സ് ബുക്ക് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് അതിൻ്റേതായ ഒരു കാലപ്പഴക്കങ്ങളൊക്കെ ഉണ്ട്. ബുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു 17-18 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു സമയത്ത് ആരോടെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമോ പ്രണയമോ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള പുസ്തകങ്ങളിലാണ് നമ്മൾ അന്ന് ഈ ഒരു ഓട്ടോഗ്രാഫിൻ്റെ രൂപത്തിലായിരുന്നു പലവരും അതന്ന് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഇതൊരു 90 കിഡ്സിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലാകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളെ കൊണ്ട് ഈ ഓട്ടോഗ്രാഫ് ആദ്യമായിട്ട് എഴുതിക്കണം എന്നൊക്കെ ഭയങ്കര ഒരു മോഹത്തിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആളെ കൊണ്ട് ആണ് ഇത് എഴുതിച്ചത്. ആളുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആളെൻ്റെ ഒരു അടിപൊളി ഒരു സുഹൃത്താണ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സംഭവം പുള്ളി എഴുതിയേക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ പുള്ളി എഴുതി തന്നെ കേട്ടോ. അപ്പോൾ ഇതേപോലത്തുള്ള കുറച്ച് ഡെക്കറേഷൻ കലാപരിപാടികളൊക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പേർക്ക് കുറച്ച് പൂക്കളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ പല കൂട്ടുകാർ, പിന്നെ സാറുമാർ. പിന്നെ കാലത്ത് ഒരുപാട് ഓർമ്മകളാണ് ഈ ഒരു ഓട്ടോഗ്രാഫ് എല്ലാവർക്കും നൽകുന്നത് കേട്ടോ. അതിനകത്ത് ഒരുപാട് ബ്ലാങ്ക് പേജസ് ആണ് കേട്ടോ. അവരിഷ്ടമുള്ള പേജിലായിരിക്കും അവർ എഴുതുന്നത്. പിന്നെ ഇതേപോലത്തുള്ള കാര്യങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ പിള്ളേർക്ക് എത്രമാത്രം ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഇതൊക്കെ അന്ന് ഏതൊക്കെയോ ഒരു കാടിൽ നിന്ന് വെട്ടിയൊട്ടിച്ചതാണ്. ഇതുപോലത്തുള്ള ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഒക്കെ തോന്നുന്നുണ്ട്. പഴയ നമ്മളുടെ ആ ഒരു 10ാം ക്ലാസ് വന്നിട്ട് ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ. അപ്പോൾ ഇത് പെട്ടെന്ന് കാണിച്ചെങ്കിലും അല്ലെങ്കിലും ഇത് കുറേ കാലം എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ +2 ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.